നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെട്രോ വരും കേട്ടോ, ഇങ്ങനൊരു വാക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിമർശനം ചെയ്തവരോടും ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരോടും വലിയ ധാർഷ്ട്യത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊരു വെറും വാക്ക് മാത്രമായിരുന്നില്ല, നിരവധി ആളുകളുടെ ജീവിതം തന്നെ തുലച്ചു കളഞ്ഞ ഒരു പ്രസ്താവന കൂടെ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു മഞ്ഞക്കുറ്റി കൊണ്ട് ജീവിതം തന്നെ ഇല്ലാതായ, ആകെയുണ്ടായിരുന്ന ജീവിതത്തിലെ സമ്പാദ്യം പോലും നഷ്ടപ്പെടുത്തി തെരുവിലായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം വി.ഡി. സതീശൻ തീരുമാനിച്ച ആ തീരുമാനം, അതായത് സിൽവർ ലൈൻ നടപ്പിലാക്കില്ല, പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന തീരുമാനം പുറത്തു വരുമ്പോൾ അത്തരത്തിൽ ചില വേദനിപ്പിക്കുന്ന ചില ആളുകളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. 1490 ദിവസത്തോളം ഒരു സമരപ്പന്തൽ, അതും സ്വന്തം വീടിന് മുൻവശത്തുണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആശിച്ച് കെട്ടിയ ഒരു വീട്, അതിൻ്റെ പാലുകാച്ചൽ നടത്തുന്നതിന് തലേ ദിവസം ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതോടുകൂടെ പാലുകാച്ചൽ നടക്കാതെ ആ വീട് ഒരു സമരപ്പന്തലായി മാറിയ ഒരു കഥയാണ് കോട്ടയത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ ആ സമരപ്പന്തൽ പൊളിക്കാൻ മുഖ്യമന്ത്രി തന്നെ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ, സൂചനകൾ പുറത്തു വരികയാണ്. എന്തായാലും 20 വർഷം ദുബായിൽ കഷ്ടപ്പെട്ട് മിച്ചം പിടിച്ചുണ്ടാക്കിയ തുക കൊണ്ട് കൊല്ലനാട് മലമേൽക്കാവ്, കല്ലുങ്കൽ കടവ്, മുല്ലശ്ശേരി പുത്തൻ വീട്ടിൽ ഉമ്മൻ ജോൺ നിർമ്മിച്ച വീടിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അന്ന് അവിടെ സമരപ്പന്തൽ ഒരുങ്ങുമ്പോൾ, പിണറായിക്കെതിരെ സമരങ്ങൾ ഉയരുമ്പോൾ, ഇന്ന് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അവിടെ എത്തി ആ സമരപ്പന്തൽ അഴിക്കുകയാണെങ്കിൽ അതായിരിക്കും പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ അധികാര ധാർഷ്ട്യത്തിന്റെ ഒരു തെളിവായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെയുള്ള ദുർഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് ഒരു തെളിവായി മാറാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഉമ്മൻ ജോണിന്റെ വീടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സിൽവർ ലൈൻ പ്രഖ്യാപനം നടന്ന വർഷമാണ് വീടിൻ്റെ പ്രവർത്തനങ്ങൾ, വീട് നിർമ്മാണം പൂർത്തിയാകുന്നത്. ഗൃഹപ്രവേശനം നടത്താൻ ആലോചന തുടങ്ങിയ സമയത്ത് വീടിൻ്റെ ഒരു ഭാഗത്തു കൂടി റെയിൽ പാതയുടെ അലൈൻമെൻറ്റ് ഉണ്ട് എന്ന് ഉമ്മൻ ജോണിൻ്റെ അമ്മ എലിസബത്ത് ജോൺ മനസ്സിലാക്കുകയായിരുന്നു. ND സെമിനാരി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി ഹെഡ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു എലിസബത്ത്. സിൽവർ ലൈൻ നടപ്പിലാക്കിയാൽ വീട് പൊളിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇതോടെ അവർ മനസ്സിലാക്കുന്നു. പക്ഷേ മകന്റെ ആകെയുള്ള സമ്പാദ്യമാണ്, അത് മകനെ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനത് താങ്ങാനാകില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ ആ കാര്യം മകനെ അറിയിക്കാതെ നേരിട്ട് സമരത്തിനിറങ്ങുകയായിരുന്നു. മകന് വേണ്ടി അമ്മ സമരമുഖത്തിറങ്ങിയതോടെയാണ് ഈ മകൻ ഈ വിവരമൊക്കെ അറിയുന്നത്. 5 വർഷമായി പദ്ധതി മരവിപ്പിച്ചുവെങ്കിലും ഗൃഹപ്രവേശനം നടത്താൻ അവിടെ സാധിച്ചിട്ടില്ല. തീരുമാനം വന്ന ശേഷം ഗൃഹപ്രവേശനം നടത്തണം എന്നതായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. ദുബായിലേക്ക് പിന്നീട് ഉമ്മൻ മടങ്ങുന്നു. ഇപ്പോൾ തിരിച്ചു വരേണ്ടുന്ന സാഹചര്യമാണ്. അതായത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേറ്റപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കേരളയിൽ വരും കേട്ടോ എന്നുള്ളൊരു പ്രഖ്യാപനം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരു വാക്ക്, അത് പലരുടെയും ജീവിതത്തിൻ്റെ അത്താണി പോലും ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ ഒരു പദ്ധതി എന്ന് ഉറപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നടക്കാത്തൊരു പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ പിണറായി സർക്കാർ ചെലവിട്ടിരുന്നു എന്നതിൻ്റെ കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. DPRന് അനുമതി കിട്ടാതിരുന്നിട്ടും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിവിധ പഠനങ്ങൾക്കായി വീണ്ടും പണം ചെലവഴിക്കുന്നത് പലപ്പോഴും വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തതാണ്. എന്തായാലും വൻ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടതും പരിസ്ഥിതി ലോല മേഖലകളിൽ ആഘാതമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ സിൽവർ ലൈൻ പദ്ധതി, അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും എത്തുന്നത് പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള സിൽവർ ലൈൻ പദ്ധതി വേണ്ട എന്ന് വെക്കാനും ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം റദ്ദാക്കാനൊക്കെയായിട്ട് അധികാരമേറ്റ UDF സർക്കാർ തീരുമാനിക്കുമ്പോൾ ബാക്കിയാകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ സമരക്കാരെ വലിച്ചിഴച്ചിട്ടുള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ക്രൂരതകളും അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക നഷ്ടവുമാണ് എന്നുള്ളതാണ് വസ്തുത. പദ്ധതിക്കായി മഞ്ഞക്കുറ്റിയിട്ട് അടയാളപ്പെടുത്തിയ ഭൂമി കൈമാറ്റം ചെയ്യാനോ മറ്റ്
ഇടപെടലുകൾ നടത്താനോ കഴിയാതെ വലഞ്ഞുപോയ കുടുംബങ്ങൾക്ക് പുതിയ സർക്കാരിൻ്റെ ആശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മിന്നൽ വേഗത്തിൽ കുതിക്കുമെന്ന് സ്വപ്നം കണ്ട് LDF അവതരിപ്പിച്ച സിൽവർ ലൈന് ചുവപ്പുകൊടി കാട്ടിയത് കിടപ്പാടവും ആകെയുള്ള ഭൂമിയും നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വേവലാതിയിലായിരുന്നു സംസ്ഥാനത്തെ ഒട്ടുമിക്ക ആളുകളും. ഇവരെ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചതും ഈ ഒരൊറ്റ കാരണമാണ്. എന്നാൽ പോലീസിനെ ഇറക്കി പ്രക്ഷോഭക്കാരെ നേരിടുകയാണ് അന്ന് പിണറായി സർക്കാർ ചെയ്തത്. വീടിന്റെ മതിൽ തകർത്തും അടുപ്പുകല്ല് ഇളക്കി അതിനു മുകളിലൂടെ മഞ്ഞക്കുറ്റി നാട്ടുന്നതുമായിട്ടുള്ള നിരവധി കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വന്നു. ചങ്ങനാശ്ശേരിയിൽ റോസ്ലിൻ എന്ന സ്ത്രീയെ 8 വയസ്സുകാരിയായ മകളുടെ മുന്നിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ചിത്രം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. തിരുവനന്തപുരം മുരുക്കുംപുഴയിൽ പ്രതിഷേധിച്ചവരെ പോലീസുകാർ ബൂട്ടിട്ടാണ് ചവിട്ടിയത്. അത്തരത്തിൽ അടിച്ചമർത്തലുകളുടെ പട്ടിക നീണ്ട പ്രക്ഷോഭങ്ങളിലേക്ക് വഴിയൊരുക്കും. പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനത്തിനായി 11 ജില്ലകളിലായിട്ട് 6737 മഞ്ഞക്കുറ്റികളാണ് സ്ഥാപിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതാകട്ടെ കാസർഗോഡും 1651 എണ്ണം, തിരുവനന്തപുരത്ത് 803, കൊല്ലത്ത് 721, ആലപ്പുഴയിൽ 208, കോട്ടയത്ത് 439, എറണാകുളത്ത് 947, തൃശ്ശൂരിൽ 68, മലപ്പുറത്ത് 311, കോഴിക്കോട് 322, കണ്ണൂരിൽ 1267 എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കുറ്റികൾ സ്ഥാപിച്ചിരുന്നത്. ഒടുവിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ വ്യക്തത വരാതെ മുന്നോട്ടുള്ള അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി 2022 മാർച്ചിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതാണ് പിണറായി സർക്കാരിന് തിരിച്ചടിയായത്. എന്നാൽ സാമൂഹിക ആഘാത പഠനം തുടരാൻ 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി അനുമതി നൽകി. പക്ഷേ 2 മാസത്തിനിപ്പുറം വായ്പാ നീക്കം പാളിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. തുടർന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ശേഷം മാത്രം പഠനം തുടരാനും റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. 2019 ഡിസംബറിൽ റെയിൽവേ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിയത് മാത്രമാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് കഴിഞ്ഞ 7 വർഷത്തിനിടെ കേന്ദ്രം ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്ന ഏക പച്ചക്കൊടി. 2020 ജൂണിൽ സമർപ്പിച്ച TPR 3 വർഷത്തോളം കയ്യിൽ വച്ച ശേഷമാണ് കേന്ദ്രം തിരുത്തൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ കേന്ദ്രം നിർദ്ദേശിച്ച തിരുത്തലിന് വഴങ്ങാൻ സംസ്ഥാനം തയ്യാറായിരുന്നില്ല. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ബലപ്രയോഗത്തിലൂടെ സാമൂഹികാഘാത പഠനം എന്ന പേരിൽ ജനങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായത്. 80 ലക്ഷം രൂപ ചെലവിട്ട സാമൂഹികാഘാത പഠനം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 11 ജില്ലകളിലും സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതി പ്രവർത്തകർക്കെതിരെ കേസുകളുണ്ട് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകുന്നത്. ചെങ്ങന്നൂരിൽ സിന്ധു എന്ന സ്ത്രീ ജയിൽവാസം അടക്കം അനുഭവിച്ചു. ബാക്കിയുള്ളവർക്കെതിരായിട്ടുള്ള കേസുകൾ 2000 രൂപ വരെ പിഴ ഈടാക്കുന്ന തരത്തിലായിരുന്നു അവസാനിപ്പിച്ചത്. ഇനിയും വിവിധ ജില്ലകളിൽ ഈ കേസുകൾ കിടക്കുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ ചിലവഴിച്ച തുകയുടെ കണക്കുകൾ വിവരങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിൽ പോകും. അതായത് കൺസൾട്ടൻസി ഫീസായിട്ട് 33 കോടിയോളം രൂപയാണ് ചിലവിട്ടിരിക്കുന്നത്. സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടി 79,39,040 രൂപയും ചെലവിട്ടിരിക്കുന്നു. സർവേ ജോലികൾക്ക് വേണ്ടി 3,42,75,561 രൂപ. മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കാൻ വേണ്ടി മാത്രം 1,62,69,459 രൂപ. മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി 75,91,294 രൂപ. ജനറൽ വർക്ക്സിന് വേണ്ടിയിട്ട് 6,60,74,736 രൂപ ചെലവിട്ടിരിക്കുന്നു. 11 ജില്ലകളിലെ റവന്യൂ വകുപ്പിനു വേണ്ടി മാത്രം കൈമാറിയിരിക്കുന്നത് 19 കോടിക്ക് അടുത്തുള്ള തുകയാണ് എന്നുള്ളതാണ് സൂചനകൾ. ശമ്പള, കെട്ടിട, വാഹന വാടക തുടങ്ങിയിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി 10,76,60,434 രൂപ ചെലവിട്ടിട്ടുണ്ട്. ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യാതൊരു ഗുണവുമില്ലാത്ത നടപ്പിലാകാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ പിണറായി സർക്കാർ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ടിരുന്ന ഒരു പദ്ധതിയായിട്ട് സിൽവർ ലൈൻ അവസാനിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന തുക ചിലവിട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ തലയിൽ പോലും കടം വച്ചിട്ടാണ് പിണറായി സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം. എന്തായാലും പദ്ധതി നിർത്തലാക്കാൻ
നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെയും റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും ഉടമസ്ഥതയുള്ള സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ബാധിക്കില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. 2015 സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ റെയിൽവേ വികസനം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയമാണ് KSRCL രൂപീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ച് ഇത്തരം സംരംഭം ആരംഭിച്ച ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. 2017 ജനുവരി 3-നാണ് KSRDCL ഇങ്ങനെ നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ 66 റെയിൽവേ മേഖലകളുടെ നിർമ്മാണം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നവീകരണം, വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം, എറണാകുളം സൗത്ത് മുതൽ വള്ളത്തോൾ നഗർ വരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന പ്രവൃത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തരത്തിൽ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും ഏകദേശം കേരളിന് വേണ്ടി 5540 കോടിയിലേറെ രൂപ പദ്ധതികൾക്കായിട്ട് ചിലവിട്ടിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരം തുകകൾ വലിയ നഷ്ടമാണ്, വലിയ ബാധ്യതയാണ് ഓരോ മലയാളിക്ക് മേലും അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത.